Welcome students to my next class, external sources of recruitment. There are a number of external sources of recruitment. They are notice at the factory gate, unsolicited applications, casual callers, advertisement, employment exchange, campus interview, labor contractors, private agencies, trade union, and recommendation of the existing employees. First one, notice at the factory gate. Sometimes the organization put a notice on the notice board or factory gate regarding the requirements of vacancies. നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റിൽ പറയുന്നത് എപ്പോഴാണ് ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി വരുന്നത്, ആ വേക്കൻസി വരുമ്പോൾ വേക്കൻസിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേക്കൻസീസ്, എത്ര വേക്കൻസീസ് ഉണ്ട്, എത്ര റെമ്യൂണറേഷൻ ആണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോണത്, അതിന്റെ സ്കിൽസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസ് ബോർഡിൽ അല്ലെങ്കിൽ ഫാക്ടറി ഗേറ്റിൽ അഫിക്സ് ചെയ്തിരിക്കും. Those who are seen this notice, they can apply. അല്ലെ, ഇപ്പൊ ഈ നോട്ടീസ് കണ്ടുവരുന്ന ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, പറ്റിയ ആളുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോട്ടീസ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ദ ഓർഗനൈസേഷൻ പുട്ട് എ നോട്ടീസ് ഓൺ ദ നോട്ടീസ് ബോർഡ് റിഗാർഡിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് വേക്കൻസീസ്. ദോസ് ഹു ആർ അട്രാക്റ്റഡ് ഇൻ ദ നോട്ടീസ്, ദേ ക്യാൻ അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. Second one, unsolicited applicants. Sometimes job seekers will submit application on the expectation of getting job. Management preserves all the applications. When vacancies arise, suitable candidates are selected from the applications. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ, ഇപ്പോൾ ഡിഗ്രി ആവാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ, നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതാണ് ഈ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻസ്. ചിലപ്പോൾ വേക്കൻസീസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ വിത്ത് ബയോഡേറ്റ നമ്മൾ ഏൽപ്പിക്കും. അതാണ് ഈ അൺസോളിസിറ്റഡ് ആപ്ലിക്കൻസ്. അപ്പൊ ഈ ഓർഗനൈസേഷൻ ഓൾ ആപ്ലിക്കേഷൻസ് ആർ പ്രിസർവ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. ഇവരതെല്ലാം സൂക്ഷിച്ചു വെക്കും. എപ്പോഴെങ്കിലും ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ, whenever there is a vacancy arise, suitable candidates are selected from the applications. The next one, casual callers. Management appoints some person for short period or for a temporary basis. They are not permanent workers. These are casual callers. കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ പെർമനന്റ് സ്റ്റാഫായിട്ട് കൺസിഡർ ചെയ്യില്ല, ടെമ്പററി പീരീഡിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നവരാണ് കാഷ്വൽ കോളേഴ്സ്. അവർക്ക് പെർമനന്റ് എംപ്ലോയിയുടേതായിട്ടുള്ള യാതൊരുവിധ ബെനിഫിറ്റ്സും ഉണ്ടാവില്ല. എപ്പോഴാണോ നമുക്ക് നെസസിറ്റി വരുന്നത് അപ്പോഴാണ് നമ്മൾ ഈ കാഷ്വൽ കോളേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. The next one is advertisement. Advertisement is the important and a good method for external recruitment. Advertisement are given in the newspaper, trade or professional journal. Advertisement shows available jobs, the number of people required, qualification, duties, etc. etc. അപ്പോൾ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് നമ്മൾ സാധാരണ കൊടുക്കുക ടെലിവിഷൻ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മാഗസിൻസ്, ജേർണൽസ്, അവിടെയൊക്കെ നമുക്ക് അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കാം. വേക്കൻസികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുക്കാം. നമുക്കറിയാം പേപ്പറിൽ നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് വേക്കൻസികൾ നമ്മൾ കാണാറുണ്ട് അല്ലെ, ജോബ് വേക്കൻസീസ് നമ്മൾ കാണാറുണ്ട്. എത്ര വേക്കൻസി ഉണ്ട്, എത്ര റെമ്യൂണറേഷൻ ആണ് ഓഫർ ചെയ്യുന്നത്, എത്ര സ്കിൽസ് ആണ് അതിനാവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആഡ്. ഏറ്റവും വെറൈറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ആർ അവൈലബിൾ ത്രൂ അഡ്വർടൈസ്മെന്റ് മീഡിയ. നമുക്ക് ഈ അഡ്വർടൈസ്മെന്റ് വഴിയായിട്ടാണ് ഒരു ഓർഗനൈസേഷന് ഒരുപാട് ആളുകളാണ് ഇത് അറിയുന്നത്. അഡ്വർടൈസ്മെന്റ് വഴി നമ്മൾ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു ചോയ്സ് നമുക്ക് കിട്ടുകയാണ്. അതാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് എ ലാർജ് വെറൈറ്റി ഓഫ് പേഴ്സൺസ് ക്യാൻ അപ്ലൈ ഫോർ ജോബ്സ് ത്രൂ അഡ്വർടൈസ്മെന്റ്. The next one, employment exchange. Employment exchange is a good source of recruitment for skilled, unskilled and semi-skilled candidates. The employment exchange sends a list of suitable candidates to the employer according to the requirements of the employer. ഇപ്പൊ നമുക്കറിയാം, നമ്മളായാലും ഇപ്പൊ 10th കഴിയുമ്പോൾ തൊട്ട് കുറെ പേരൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് കാൻഡിഡേറ്റ്സ് ആർ ദർ. ദേ മേ ബി സ്കിൽഡ്, അൺസ്കിൽഡ് ഓർ സെമി സ്കിൽഡ് എംപ്ലോയീസ് മേ ഹാവ് ഇൻ ദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചസ്. നമുക്കറിയാം ഒരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എല്ലാ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരും അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള ആളുകള്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള്, അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളും അവിടെ
രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് whenever the employer requires, എപ്പോഴെങ്കിലും എംപ്ലോയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് ആവശ്യപ്പെടാണ് ഇത്ര ആളുകളെ വേണമെന്ന് പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സെൻഡ് എ ലിസ്റ്റ് ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ടു ദി എംപ്ലോയർ അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ്സ് ഓഫ് ദി എംപ്ലോയർ. അപ്പൊ അങ്ങനെ ഒരു ആളുകളുടെ ആവശ്യം വരുമ്പോൾ എംപ്ലോയർ അപ്രോച്ച് ചെയ്യാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്യൂട്ടബിൾ പേഴ്സൺസിന്റെ ഒരു ലിസ്റ്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ദാറ്റ് ഈസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. The next one, campus interview. Campus interview. Some of the leading companies approaches colleges, technical institute, universities, etc. in order to get fresh blood in our organization. അപ്പോൾ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി നമ്മൾ പുതിയ കാൻഡിഡേറ്റ്സിനെ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള ഒരു സെർച്ച് ആണ് ക്യാമ്പസ് ഇന്റർവ്യൂ. ഇതിന് വേണ്ടിയിട്ട് ലീഡിംഗ് കമ്പനീസ്, കോളേജസ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപ്രോച്ച് ചെയ്യാറുണ്ട് in order to get fresh blood in our organization and provide orientation training to the new candidates in order to become knowledgeable to the organization, job, etc. അപ്പോൾ നമ്മൾ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു കൂട്ടം ഫ്രഷ് ബ്ലഡിനെ, ഫ്രഷ് യങ്സ്റ്റേഴ്സിനെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരാണ്. അവർക്ക് ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അങ്ങനെ അവർ ഫ്രഷ് ബ്ലഡിനെ നമ്മൾ വെൽക്കം ചെയ്യാണ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി. Then the next one, labor contractors. Sometimes employer may approach to the labor contractors in order to get a large number of unskilled workers. ഈ ലേബർ കോൺട്രാക്ടിന്റെ കയ്യിൽ ഒരുപാട് അൺസ്കിൽഡ് വർക്കേഴ്സ് അവരുടെ അണ്ടറിൽ ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴാണ് അൺസ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യം വരുന്നത്? അപ്പോൾ നമ്മുടെ എംപ്ലോയർ ലേബർ കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെറൈറ്റി ഓഫ് ലാർജ് നമ്പർ ഓഫ് അൺസ്കിൽഡ് വർക്കേഴ്സ് ആർ അവൈലബിൾ. ലേബർ കോൺട്രാക്ടേഴ്സ്. The next one, private agencies. Private agencies is just like an employment exchange. Employment exchange is run by government. Private agencies are run by private people. They may act as recruiting agents. They help to recruit professional and technical പേഴ്സണൽ. അപ്പോൾ പ്രൈവറ്റ് ഏജൻസി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒമേഗ അങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാവും. എറണാകുളത്ത് അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇവരും ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ പൈസ കൊടുത്തുകൊണ്ടാണ്. പ്രൈവറ്റ് ഏജൻസീസ് ആണ്. അവരും ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്ത് തരുന്ന ഒരു സോഴ്സ് കൂടിയാണ് പ്രൈവറ്റ് ഏജൻസി. സെയിം ആസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ബട്ട് ഇറ്റ് ഈസ് റൺ ബൈ individual, private individuals. Okay. The next one, trade union. Job seekers are requested to register their name with the labor union. Labor union is one of the important source of external recruitment. അപ്പോൾ ട്രേഡ് യൂണിയനിലും വേണമെങ്കിൽ ലേബർ യൂണിയനിലും വേണമെങ്കിൽ ഇവർക്ക് ജോബ് സീക്കേഴ്സിന് അവരുടെ പേര് ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പോൾ ട്രേഡ് യൂണിയൻ വഴിയായിട്ടും അപ്പോയിന്റ്മെന്റുകൾ നടക്കാറുണ്ട്. Then the last one is recommendation of the existing employees. Our existing employees is one of the important external source of recruitment. If there is any vacancy arise, the employer may notify this into our existing employee. Existing employee can bring outside persons into our ഓർഗനൈസേഷൻ. ഇപ്പൊ എന്തെങ്കിലും ഒരു വേക്കൻസി വരുവാണെങ്കിൽ ആ ഇൻഫർമേഷൻ അവർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്ന രീതികളും ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. once again I summarize the topic. Notice at the factory gate. Organization puts a notice on the notice board regarding the requirements of vacancies. Those who are attracted can apply for the jobs. The next one, unsolicited applicants. Sometimes job seekers will submit application on the expectation of getting a job. Management preserves all these applications. Whenever there is a vacancy arise, suitable candidates are selected from the application bank. The next one, casual callers. Sometimes organization may appoint persons for a short period and not on a permanent basis. These are casual callers or temporary workers. Advertisement. Ads are given in the newspaper, trade or professional journal. It gives a wide variety of candidates. Employment exchange is a good source for getting unskilled, skilled, semi-skilled workers. Whenever a vacancy arises, employer may approach to the employment exchange. Employment exchange handed over a list of suitable candidates to the employer.
Then the next one is campus interview. It is one of the important source of getting fresh blood in our organization. Leading companies may approach colleges, technical institute, universities, etc. directly for recruitment and give orientation to the newly recruited candidates. Labor contractors are the important another source of getting unskilled workers. They may have a large variety of supply of unskilled workers. Then private agencies is just like an employment exchange. These are run by private individuals. They can recruit technical and professional personnel. Trade union is one of the important external source of recruitment. Job seekers can register with a trade union. Recommendation of the existing employee is one of the another external source of recruitment.